കാര്യത്തെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ പിന്തുണ ഏതെങ്കിലും തരത്തിൽ സംഘടിതമായി നിൽക്കുന്നവർക്കിടയിൽ നിലപാട് രൂപീകരിക്കത്തക്കതാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനത് ശ്രദ്ധിച്ചിട്ടുമില്ല. പിന്നെ UDF-നെ ആരൊക്കെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതൊക്കെ UDF-ന്റെ ഒരു പ്രശ്നമാണ്. അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയോ അതിൽ ഏതെങ്കിലും തരത്തിൽ നിരാശപ്പെടുകയോ ചെയ്യുന്ന ഒരു പ്രശ്നമേ ഞങ്ങളെ സംബന്ധിച്ചില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞാണ്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത് തന്നെയാണല്ലോ. അതൊരു പുതിയ തീരുമാനമല്ല. അതൊരു ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പോകുന്നു. മതരാഷ്ട്രവാദവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിൽ പ്രശ്നമില്ല എന്ന് കേരളത്തിലെ കോൺഗ്രസും UDF-ഉം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവരുടെ ഇത്തരത്തിലുള്ള ബാന്ധവങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പാർട്ടിയും UDF-നെ ബന്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു കണക്ഷനായി നിൽക്കുന്നത് കോൺഗ്രസ് ആണോ, കോൺഗ്രസ് നേതാക്കളാണോ, അല്ലെങ്കിൽ ലീഗാണോ, അങ്ങനെ ഒരു വിധത്തിലുണ്ടോ? അതെനിക്കറിയില്ല. പക്ഷേ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വവും അതുവഴി UDF-ന്റെ രാഷ്ട്രീയ നേതൃത്വവും ഈ കൂട്ടർ കൈയാളുന്നതായ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അത് കുറച്ചു കാലമായി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായും ഒരു പടി കൂടി കടന്ന് UDF-ന്റെ രാഷ്ട്രീയ നേതൃത്വമായും ജമാഅത്തെ ഇസ്ലാമിയും അവരോടൊപ്പം നിൽക്കുന്നവരും മാറുന്നു. അവരാണ് നയങ്ങൾ തീരുമാനിക്കുന്നതെന്ന വിമർശനം വളരെ ശക്തമാണ്. ആ വിമർശനം തള്ളിക്കളയേണ്ടതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും വിശദീകരിക്കേണ്ടത് കോൺഗ്രസ്സാണ്. ഞാനിപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആവില്ലല്ലോ. പക്ഷെ അവരങ്ങനെയാണെങ്കിൽ ഞാനത് പറയുമ്പോൾ അതിന് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുള്ളതായിട്ടും വരും. ഒന്നോ അത് നിങ്ങളും പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം. PDP-യുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ AM സക്കീറിനെ മറന്നു പോകരുത്. AM സക്കീറിനെ വെട്ടിക്കൊന്ന കേസിൽ പ്രതികളെല്ലാവരും PDP പ്രവർത്തകരാണ്. ആ ഒരു രക്തസാക്ഷിയെ മറക്കുകയാണോ? ഏത് വർഷമാണെന്ന് ഓർമ്മ? ഇപ്പൊ ഏതാ വർഷം പറയൂ. അന്ന് അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്തായിരുന്നു? അന്ന് അവർ എതിർക്കപ്പെട്ടവരല്ലേ. നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജനാധിപത്യ ശക്തികളും ഒരു കാലത്ത് അവർ സ്വീകരിച്ചിരുന്ന നിലപാടിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? അതിനുശേഷം മദനി സ്വീകരിച്ച നിലപാടുകൾ എങ്ങനെയുള്ളതായിരുന്നു? ഞാൻ പറഞ്ഞത് എത്രയോ വർഷങ്ങളായി കേരളത്തിൽ മതനിരപേക്ഷ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതെന്ന് പരസ്യപ്പെടുത്തുകയും ആ നിലപാട് തന്നെ സ്വീകരിച്ചു വരികയും ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ നിലപാടുകളിലേക്ക് പോകാതിരിക്കുകയും ചെയ്ത ഒരു വിഭാഗം അങ്ങനെ വരുമ്പോൾ അത് സ്വാഗതാർഹമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചു എന്നതുകൊണ്ട് ലോകാവസാനം വരെയും ശരിയായ നിലപാടുകൾ സ്വീകരിക്കരുത് എന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. നാളെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആചാര്യനെ തള്ളിപ്പറയുകയും മതരാഷ്ട്രവാദം ഉപേക്ഷിക്കുകയും ജനാധിപത്യത്തോടുള്ള വിമുഖത അവസാനിപ്പിക്കുകയും ഇപ്പോൾ ഒളിച്ചുകളിയാണ്. പ്രമാണങ്ങളൊക്കെ ഇപ്പോഴും ജനാധിപത്യത്തെ തള്ളിപ്പറയുന്നതാണ്. ഇതെല്ലാം ചെയ്തൊരു നവീകരണത്തിന് അവർ വിധേയമായി വന്നാൽ സാവധാനത്തിൽ നമ്മുടെ സമൂഹം അവരെ അംഗീകരിക്കും. അത് സ്വാഗതം ചെയ്യും. ആ സ്വാഗതം ചെയ്യാൻ നമ്മളൊക്കെ മുന്നിലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതാണ് അക്കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് നിലമ്പൂരിൽ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ആളുകളുടെ എല്ലാം മനസ്സിലുള്ളത് കുഞ്ഞാലിയുടെ ഓർമ്മകളാണ്, പൗലോസിന്റെ ഓർമ്മകളാണ്. ഓരോ രക്തസാക്ഷിയും ശരിയായ നിലപാടും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചതിന്റെ ഭാഗമായി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നവരാണ്. അന്ന് തെറ്റായ നിലപാട് സ്വീകരിച്ചവർ പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശരിയായ മതനിരപേക്ഷ നിലപാടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് രക്തസാക്ഷിയുടെ കൂടി വിജയമാണ്, രക്തസാക്ഷിത്വത്തിന്റെ വിജയമാണ്. അപ്പോൾ സക്കീറിന്റെ രക്തസാക്ഷിത്വം വൃഥാവിലായില്ല എന്നതാണ് PDP മതനിരപേക്ഷ രാഷ്ട്രീയ നിലപാടിലേക്ക് വരുമ്പോൾ നാം കാണേണ്ടത്. നിങ്ങൾ ചരിത്രം ചോദിച്ചുകൊണ്ട് പറഞ്ഞു തന്നിരുന്നു.